CPIM വിട്ട് പത്തനംതിട്ട ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡംഗം ലക്ഷ്മി ജി നായർ കോൺഗ്രസിൽ ചേർന്നു. CPIM മുൻ വാർഡംഗം ദീപ സത്യനും കോൺഗ്രസിൽ ചേർന്നു. DCC ഓഫീസിലെത്തിയ ഇരുവരും DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചു. CPIM-നോടൊരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. CPIM നേതൃത്വത്തെ തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചിരുന്നുവെങ്കിലും നേതൃത്വം അത് ചെവികൊണ്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നു. ഇരുവരും പറഞ്ഞു, CPIM-ന്റെ പ്രാദേശിക നേതൃത്വത്തോടുള്ള ഒരു പ്രതിഷേധം, അവിടെ എടുക്കുന്ന തീരുമാനങ്ങളിലുള്ള ഒരു പ്രതിഷേധം, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം ഉദ്ദേശിച്ചാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ പോകുന്നത്. പ്രാദേശിക നേതൃത്വം അതിലുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. CPIM-ന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവരുടെ ഒരു ചട്ടക്കൂടുണ്ടായിരിക്കും. അതിനകത്ത് നിന്ന് പ്രവർത്തിക്കണം. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പൊതുവേദികളിൽ പറയാനോ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. കമ്മിറ്റികളിലെ ചർച്ചകളിലോ നമ്മളത് ചർച്ച ചെയ്താൽ തന്നെ അവരതിനെ അവഗണിക്കുകയും പിന്നെ തിരിച്ച് നമ്മളോട് ആ രീതിയിലുള്ളൊരു അവഗണന കാണിച്ചു പോകുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അതുപോലെ തന്നെ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. അപ്പം അത്തരത്തിലൊരു ചട്ടക്കൂടിനകത്ത് മാത്രം ഒതുങ്ങി നിന്ന് ഒരു കൂട്ടിലടച്ച കിളിയെ പോലെയുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. അപ്പം ഞങ്ങളുടെ കൂടെ ഞാൻ 2015-20 കാലഘട്ടത്തിലെ മെമ്പറായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള മറ്റ് പാർട്ടിയിലെ മെമ്പർമാർ സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾ ഭീതിയോടെയാണ്, നെഞ്ചിടിപ്പോടാണ് കമ്മിറ്റികളിലൊക്കെ ഇരിക്കാറുള്ളത്. അപ്പം അത്തരത്തിൽ ആ ഒരു ചട്ടക്കൂടിന് വെളിയിൽ വരണം, സാധാരണക്കാരന് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇരുവരുടെയും മറുപടി ഇങ്ങനെ: സീറ്റ് വാഗ്ദാനം ചെയ്തതിലോ അല്ലെങ്കിൽ സീറ്റ് ആഗ്രഹിച്ചോ ഒരു അധികാരമോഹം ആഗ്രഹിച്ചല്ല ഈ പാർട്ടിയിലേക്ക് വന്നത്. സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് ഇടപെടണം. അതോടൊപ്പം തന്നെ അറിയാം, എൻ്റെ കുടുംബവും പാർട്ടി കുടുംബമായിരുന്നു. ഇപ്പോൾ അവരും ഇതിലേക്ക് വരാൻ തയ്യാറാണ്. സാധാരണക്കാരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു കുടുംബം കൂടിയാണ്, ഹസ്ബൻഡ് ഉൾപ്പെടെ. അപ്പം അധികാരമോഹത്തിലല്ല ഈ പാർട്ടിയിലേക്ക് വന്നത്. മത്സരമോഹത്തോടല്ലല്ലോ വന്നത്, മത്സരമോഹത്തോടല്ലേ വന്നത്. CPIM വിട്ട് കോൺഗ്രസിൽ വന്നവർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ വ്യക്തമാക്കി. ഇരുവർക്കും സീറ്റ് നൽകണമോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതൊക്കെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. പാർട്ടി തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചർച്ച ചെയ്ത് അതിനുള്ള തീരുമാനങ്ങളൊക്കെ പിന്നീട് എടുക്കുന്നതായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളൊക്കെ തന്നെ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും CPIM മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ KP ഉദയഭാനു ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഏനാദിമംഗലം. തങ്ങളുടെ നിലപാടുകൾ KP ഉദയഭാനുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും പരിഹാരമുണ്ടായില്ലെന്നും ലക്ഷ്മി ജി നായരും ദീപ സത്യനും പറഞ്ഞു. നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോഴും നമുക്ക് നേതൃത്വമുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാദേശിക നേതൃത്വം കുറച്ചു പേരുടെ കയ്യിൽ മാത്രം പാർട്ടി ഒതുങ്ങിപ്പോവുകയാണ്. അവരിൽ നിന്നുണ്ടാകുന്ന, നമ്മൾ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഒരു അവഗണന. CPIM-ന്റെ പാർട്ടി നേതൃത്വം അതിൻ്റെ ചില നടപടിക്രമങ്ങൾ തങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് CPIM-ന്റെ വനിതാ പ്രവർത്തകരും അവർ CPIM-ൽ നിന്നും രാജിവെച്ച് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത്. സീറ്റ് മോഹിച്ചല്ല കോൺഗ്രസിലേക്ക് ചേർന്നതെന്നും ഈ രണ്ട് നേതാക്കളും വ്യക്തമാക്കണം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.